വയനാടിൻ നീനമായി വയനാടിൻ താളമായി വയനാടിൻ മനസ്സിനൊപ്പം റേഡിയോ മാറ്റൊലി. വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. നമസ്കാരം, വെൽനസ് വേയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിലും മികച്ച സേവനങ്ങളാണ് ഈ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കുന്നത്. നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പങ്കിനെക്കുറിച്ച് കേൾക്കാം ഇന്ന് വെൽനസ് വേയിലൂടെ. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് FHC പൂതാടിയുടെ കീഴിലുള്ള GMM ഹെൽത്ത് സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൽഫിയ PA, വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പാലിയാണ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജീന ആനി ബാബു എന്നിവരാണ്. നമസ്കാരം, റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം. ഏതൊക്കെ സേവനങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നവജാത ശിശുക്കൾക്ക് ലഭിക്കുന്നത്? ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നവജാത ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകുന്ന സേവനങ്ങൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പങ്കുവഹിക്കുന്ന ഒന്നാണ്. ജനനം മുതലുള്ള ആദ്യത്തെ 1000 ദിനങ്ങളാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ അടിത്തറ. ഈ കാലയളവിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകുന്ന സേവനങ്ങൾ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു. പ്രധാനമായും വീട് അടിസ്ഥാനമാക്കിയുള്ള നവജാത ശിശു സംരക്ഷണവും അതോടൊപ്പം 45 ദിവസം മുതൽ 15 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പരിചരണവും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് ലഭിക്കുന്നത്. വീട് അടിസ്ഥാനമാക്കിയുള്ള ശിശു സംരക്ഷണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന കുട്ടികളിൽ പലർക്കും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ട തുടർ ചികിത്സകൾ നൽകുന്നതിനാണ് ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ എന്ന് പറയുന്നത്. ആ സംവിധാനം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ വഴി കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെയാണ് പരിശോധിക്കാറുള്ളത്? ഒരു കുട്ടി മുലപ്പാൽ വലിച്ചു കുടിക്കുന്നത് മുതൽ കുഞ്ഞിന്റെ താപനില, ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ പൊക്കിൾക്കൊടിയുടെ സ്ഥിതി, മലമൂത്ര വിസർജനം, പിന്നെ ആ കുഞ്ഞിന് ഛർദിയുണ്ടോ, വയറിളക്കമുണ്ടോ, അതുപോലെ കുട്ടിയുടെ ഉന്മേഷം, തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിറം, ഇങ്ങനെയുള്ള അനുബന്ധ പ്രശ്നങ്ങളൊക്കെ പ്രധാനമായിട്ടും ഭവന സന്ദർശനത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭവന സന്ദർശനങ്ങൾ നടത്തുന്നത് ആരാണ്? എപ്പോഴൊക്കെയാണ് ഇത് നടത്തി വരാറുള്ളത്? ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, പിന്നെ അതാത് വാർഡുകളിൽ വരുന്ന ആശാപ്രവർത്തകർ വഴിയാണ് സന്ദർശനങ്ങൾ പ്രധാനമായിട്ടും നടത്തുന്നത്. ഒരു കുട്ടിയുടെ ആദ്യ 48 ദിവസങ്ങളിലെ 0, 3, 7, 14, 21, 28, 48 എന്നീ ദിവസങ്ങളിലാണ് സന്ദർശനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 48 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പരിചരണം ലഭിക്കുന്നില്ലേ? പരിചരണം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. 48 ദിവസം മുതൽ 3 മാസം ഇടവേളകളിൽ കുട്ടിയുടെ 15-ാം മാസം വരെ ലഭിക്കുന്ന പരിചരണമാണ് ഈ ഹോം ബേസ്ഡ് കെയർ ഫോർ യങ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് HBYC? ഒന്ന് വിശദീകരിക്കാമോ? നവജാത ശിശുക്കൾക്ക് പുറമെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി, ഭക്ഷണക്രമം, ഭാരം, കുട്ടിയുടെ ശരിയായ രീതിയിലുള്ള വളർച്ച, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, അങ്ങനെയുള്ളതൊക്കെ ഒരു കുട്ടിയുടെ 3, 6, 9, 12, 15 മാസങ്ങളിൽ വീടുകളിൽ ചെന്ന് പരിശോധിക്കുന്ന സംവിധാനമാണ് ഹോം ബേസ്ഡ് കെയർ ഫോർ യങ് ചൈൽഡ് എന്ന് പറയുന്നത്. ഈ സേവനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്ന മാതൃ ശിശു സംരക്ഷണ കാർഡിൽ രേഖപ്പെടുത്താറുണ്ട്. ഓക്കെ, മാതൃ ശിശു സംരക്ഷണ കാർഡ് എന്നത് എന്താണ്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ പോഷക നിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബുക്കാണ് മാതൃശിശു സംരക്ഷണ കാർഡ്. ഇതിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ നൽകുന്ന സേവനങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങി അവരുടെ പ്രസവ സംബന്ധമായതും ഭക്ഷണക്രമം, അതുപോലെ കൃത്യമായ വളർച്ച, കുട്ടിയുടെ പരിശോധനകൾ, ശിശു സംരക്ഷണം, അതുപോലെ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അപകട സൂചനകൾ, അതുപോലെ വളർച്ച, വികാസം, പിന്നെ കുഞ്ഞിൻ്റെ ഹൈറ്റ് വെയിറ്റ് മോണിറ്ററിംഗ് ചാർട്ട്, കുടുംബാസൂത്രണ മാർഗങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവയെല്ലാം രേഖപ്പെടുത്താനും ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഈ മാതൃശിശു സംരക്ഷണ കാർഡ് ഉപകാരപ്രദമാകുന്നു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ സർക്കാർ ആശുപത്രിയിൽ നൽകുന്ന കുത്തിവയ്പ്പ് കൂടാണ്ട് മാസത്തിലൊരിക്കൽ ഔട്ട്റീച്ച് ക്യാമ്പുകൾ എന്ന പേരിൽ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ
സൗകര്യപ്രദമായ രീതിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാള് മുതലായ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തിവയ്പ്പുകൾ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം ഒരു ഡോക്ടറുടെ സേവനവും കൂടി ലഭ്യമാണ്. ഓക്കെ, ആർക്കൊക്കെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നത്? പ്രധാനമായിട്ടും ഗർഭിണികൾ, ജനനം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടിക പ്രകാരമുള്ള എല്ലാ കുത്തിവയ്പ്പും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകുന്നുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ശിശു സംരക്ഷണത്തിന് ഏതൊക്കെ രീതിയിലാണ് അമ്മമാർക്ക് സഹായകമാകുന്നത്? ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്ന കാലയളവ് മുതൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അവർക്ക് നൽകുന്ന സേവനങ്ങളുടെ പങ്ക് അത് വളരെ വലുതാണ്. അതിൽ ഫോളിക് ആസിഡ് ഗുളികയുടെ വിതരണം, ഗർഭകാല രജിസ്ട്രേഷൻ, ഗർഭകാല പരിചരണം, ആ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ, കൃത്യമായ ചെക്കപ്പുകൾ, മോണിറ്ററിംഗ്, പ്രസവാനന്തര പരിചരണം എന്നിവയും അതുപോലെ ശിശു സംരക്ഷണം, മുലയൂട്ടൽ, കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം എന്നിവയെപ്പറ്റിയെല്ലാം നൽകുന്ന ഒരു അവബോധവും ഉൾപ്പെടുന്നുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകട്ടെ. നവജാത ശിശു പരിചരണം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ പരിപാടിയിലൂടെ സംസാരിച്ചത് FHC പൂതാടിയുടെ കീഴിലുള്ള ചീയമ്പം ഹെൽത്ത് സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൽഫിയ പിയെ, വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പാലിയാണ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജീന ആനി ബാബു എന്നിവരായിരുന്നു. ഇതോടെ വെൽനസ് വേയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR, കൺവർടെക്, HWCS, SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നിർവഹണം ജോസ് കുഴിക്കൊമ്പൽ. വയനാടിൻ ഈണമായി, വയനാടിൻ താളമായി, വയനാടിൻ മനസ്സിനൊപ്പം റേഡിയോ മാറ്റൊലി.